Hello, good morning. Say good morning. Very good morning to all my dears. Okay, എന്തെടുക്കും എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഡു യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ്, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് അല്ലേ? സ്മാർട്ട് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇത് എന്താ പഠിക്കണ്ടേ? നമുക്ക് മാത്സ് പഠിച്ചാലോ? മാത്സ് പഠിക്കാം. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ മാത്സ്. ഹൗ ടു കൗണ്ട് നമ്പേഴ്സ്. എന്താ നമ്മൾ പഠിക്കണേ? ഹൗ ടു കൗണ്ട് നമ്പേഴ്സ്. നമുക്ക് എങ്ങനെ നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വായിച്ചു തരും. നമ്മൾ 1 തൊട്ട് 30 വരെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ കൗണ്ട് ചെയ്യാൻ പഠിക്കുമല്ലേ അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 തൊട്ട് 30 വരെയാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, നമ്മൾ ഒത്തിരി ലേറ്റ് ആയാൽ പിന്നെ അങ്ങ് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. മക്കളെല്ലാവരും നന്നായിട്ട് പഠിച്ചു വരണം. റെഡി? ടീച്ചർ പറയട്ടെ. അത് റെഡി? യെസ്, ടീച്ചറിൻ്റെ ഒപ്പം പറയണം കേട്ടോ നിങ്ങൾ. 1, ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. എന്ത് നോക്കണം? നന്നായിട്ട് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് ഇവിടെ എഴുതി വെച്ചേക്കണമെന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. സോ എന്താണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നോക്കി കീരി എടുത്തത്. 1, 1, 11, 1, 2, 12, 1, 3, 13, 1, 4, 14, 1, 5, 15. ഇത്രയും അറിയാമല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? 1, 6, 16, 1, 7, 17, 1, 8, 18, 1, 9, 19, 2, 0, 20. ഇത് നമുക്ക് 1 തൊട്ട് 20 വരെ നന്നായിട്ട് അറിയാം അല്ലേ? അറിയാമല്ലോ? അറിയാം. നമുക്കൊന്നുകൂടെ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 1, 11. നിങ്ങൾ 1, 1 എഴുതാൻ ടീച്ചർ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മൾ 1, 2, 3 പഠിച്ചു. അപ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. ഈ 1, 1, 11 എന്ന് പറഞ്ഞ് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിരിക്കും എഴുതാൻ. നമ്മൾ 1 ഉം 1 ഉം എഴുതിയാൽ പോലെ ഇവിടെ തൊട്ട് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടീച്ചർ അങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. 1, 2, 12, 1, 3, 13, 1, 4, 14, 1, 5, 15, 1, 6, 16, 1, 7, 17, 1, 8, 18, 1, 9, 19, 2, 0, 20. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? അതാ ടീച്ചർ ഇതിൽ എഴുതിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് നോക്കാം. എല്ലാവരും നോക്കിക്കേ. 1 എന്താണ് എഴുതിയിരിക്കണേ? ONE1. നമുക്ക് എഴുതാൻ പിന്നെ പഠിക്കാം കേട്ടോ. ആരും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് എഴുതാൻ പഠിക്കണം ഇത് വേർഡ്സിൽ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്പർ നെയിംസ് എഴുതാനാണിത്. നമ്പർ നെയിംസ് എഴുതാൻ പഠിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്പർ നെയിംസിലേക്ക് പോകും. അപ്പോൾ ടീച്ചറൊപ്പം ടീച്ചർ ചുമ്മാ പറയുന്നതാണ്. ONE1 പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ONE1
one. O-N-E, one. T-W-O, two. T-W-O, two. പിന്നെന്താ? T-H-R-E-E, three. T-H-R-E-E, three. F-O-U-R, four. F-O-U-R, four. F-I-V-E, five. എന്താണ്? F-I-V-E, five. S-I-X, six. S-I-X, six. S-E-V-E-N, seven. S-E-V-E-N, seven. E-I-G-H-T, eight. E-I-G-H-T, eight. N-I-N-E, nine. N-I-N-E, nine. T-E-N, ten. 10, 10. T-E-N, 10, 10. ഒന്നുകൂടി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ അല്ലേ? 10 വരെ. ഇനി നമുക്ക് 20 വരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നേരത്തെ അല്ലേ? നമുക്ക് നോക്കിയാൽ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ? നമ്മളിവിടെ പഠിച്ച 10 വരെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ. 1, 1, 11. 1, 2, 12. 1, 3, 13. 1, 4, 14. 1, 5, 15. 1, 6, 16. 1, 7, 17. 1, 8, 18. 1, 9, 19. 2, 0, 20. കണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേ. 1, 1, 11. 1, 2, 12. 1, 3, 13. 1, 4, 14. 1, 5, 15. 1, 6, 16. 1, 7, 17. 1, 8, 18. 1, 9, 19. 2, 0, 20. ഓക്കെ ആയില്ലേ? നമുക്ക് ബോർഡിൽ ബാക്കി നോക്കാം. നോക്കിക്കേ. ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു അല്ലേ? 20 വരെ. ഓക്കെ. ഇനി എന്താണുള്ളത്? ഇത് നമുക്ക് അറിയാവുന്ന ലെറ്റർ ആണ്. ഏതാണ് സോറി ഡിജിറ്റ് ഏത്? ലെറ്റർ അല്ല, ഡിജിറ്റ് ഏതാ? ഇതിവിടെ നമ്മൾ പഠിച്ചതാ. എന്താ ഇത്? 2. ഇത് 2 ആണ്. 2. ഇതേതാ? ഇതേ കണ്ടോ? 1. എന്താ നമ്മൾ പറയണേ? 2, 1, 21. പറഞ്ഞേ. 20 കഴിഞ്ഞു. ഇനി 21 തൊട്ടാണ് തുടങ്ങുന്നത്. എനിക്ക് സിമ്പിളാണ് കൗണ്ട് ചെയ്ത് പോവാൻ. കാരണം എന്താണെന്നറിയോ? ഇവിടെ പറഞ്ഞതിന് തൊട്ടപ്പുറത്തുള്ളത് പിന്നെ 1, 2, 3 ചേർത്ത് പറഞ്ഞാൽ മതി. 20 കഴിഞ്ഞെങ്കിൽ 21. 2, 1, 21. 2, 2, 22. 2, 3, 23. 2, 4, 24. 2, 5, 25. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അപ്പോൾ ഒന്ന് നോക്കിയേ. 2, 1, 21. 2, 2, 22.
2, 3, 23. 2, 4, 24. Very good. മക്കൾ പറയുന്നുണ്ടല്ലേ? 2, 5, 25. 2, 1, 21. 2, 2, 22. 2, 3, 23. 2, 4, 24. 2, 5, 25. കണ്ടോ? എളുപ്പമാണല്ലേ? നോക്കിയേ. 2, 6, 26. 6 ഒക്കെ നിങ്ങൾ ഇവിടെ പഠിച്ചതാണോ? ഇവിടെ നിങ്ങൾ പഠിച്ചത് മാത്രമേ ഉള്ളൂ അവിടെ. 2, 6, 26. 2, 7, 27. 2, 8, 28. 2, 9, 29. 3, 0, 30. 3, 2, 6, 3, 26. Very good. 2, 7, 27. 2, 8, 28. 2, 9, 29. 3, 0, 30. വെരി ഗുഡ്. മക്കൾ നല്ല കുട്ടികളാട്ടോ. ഇവിടെ കേട്ടോ നമുക്ക് ഒന്നുകൂടി നോക്കാം. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇത് 3, 0 ആണ്. 29 കഴിഞ്ഞു. 9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പറിലേക്ക് പോകും. ഏതാണ്? 2 കഴിഞ്ഞു. നമ്മളിവിടെ വരെ 2 കഴിഞ്ഞു കേട്ടോ. 2, 9 വരെയായി. 2, 9 വരെയായി. നമ്മൾ അടുത്ത നമ്പർ ഏതാ? 2 കഴിഞ്ഞാ 3 ആണല്ലേ? അടുത്ത നമ്പർ ഏതാണ്? 2 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്? കണ്ടോ? 3 ആണ്. നമ്മളെവിടെ പോയി? 3, 0, 30. കിട്ടിയോ? കൗണ്ട് ചെയ്യാൻ 30 വരെ കൗണ്ട് ചെയ്യാൻ കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാവേ. ഈ ഒബ്ജക്ട്സ് കണ്ടോ മക്കൾ? ഇത് കണ്ടോ? കുറേ സാധനങ്ങളുണ്ട് അല്ലേ? കണ്ടോ നിങ്ങൾ? ഓക്കെ. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കൗണ്ട് ചെയ്യാനാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇത് കണ്ടോ? ബട്ടർഫ്ലൈസ് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടാ ബട്ടർഫ്ലൈസ് ഫ്ലവേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ടീച്ചറുടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ? നമ്മളിത് കൗണ്ട് ചെയ്യാനാ പോണേ കേട്ടോ. ഇങ്ങനെ കൗണ്ട് ചെയ്ത് നമ്മൾ 1, 2, 3 പറഞ്ഞില്ലേ? അതുപോലെ കൗണ്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് എത്രയുണ്ട്? നമ്മൾ ടീച്ചർ പറഞ്ഞില്ലേ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? നിങ്ങൾ കൗണ്ട് ചെയ്തായിരുന്നോ? കൗണ്ട് ചെയ്തു. അതുപോലെ കൗണ്ട് ചെയ്യാനാണ്. നോക്കിയേ, ഇതെന്താണ്? ഫ്ലവർ ആണ്. ഫ്ലവർ, പൂവല്ലേ? എത്രയുണ്ട്? കൗണ്ട് ചെയ്തേ. 1, only 1. ഒരെണ്ണേ ഉള്ളൂ. 1 ഫ്ലവർ അല്ലേ? ഒരു ഫ്ലവർ ആണിത് അല്ലേ? ആണോ? ഇതെന്താ എഴുതിയേക്കണേ കണ്ടോ? 1. ഇനിയോ ഇതെന്താണ്? ഇതറിയോ? ഇതിനെ ബട്ടർഫ്ലൈസ് ആണല്ലേ? ബട്ടർഫ്ലൈസ് എന്തുവാ? ചിത്രശലഭം. നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ കൂടെ പൂവിൻ്റെ പിന്നെ തേനൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പൂവിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ബട്ടർഫ്ലൈ ആണിത്. നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് അല്ലേ? വെറൈറ്റി കളേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണിത്. എത്രണ്ണമുണ്ട്? 1, 2. കണ്ടോ? 1, 2 ബട്ടർഫ്ലൈസ്. കിട്ടിയോ? എത്രയുണ്ട്? എത്ര ചെയ്തേക്കണേ? 2. അടുത്ത് നോക്കിക്കേ. ഡോഗ്സ് ആണല്ലേ? ഡോഗ് ആണോ? ഡോഗ് അല്ലേ ഇത്? ആണ്. 1, 2, 3. എത്രയുണ്ട്? 1, 2, 3. കണ്ടോ? 3 ഡോഗ്സ്. 3 ഡോഗ്സ് ആണ് അവിടെ ഉള്ളത് അല്ലേ? ഇനി എന്താണ്? ഇതും ഫ്ലവർ തന്നെയാണ് അല്ലേ? ഫ്ലവർ ആണ്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ലീഫൊക്കെ ഉള്ള നല്ല ഫ്ലവർ. ഇത് റോസ് ആണ്. ഇത് വേറെ എന്ത് ഫ്ലവർ ആണ് അല്ലേ? ഓക്കെ. ഇത്രയും നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4. 4 ഫ്ലവേഴ്സ് ആണ്. കണ്ടോ?
4. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇതെന്താ? നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആക്ടിവിറ്റി ഷീറ്റൊക്കെ ഇടുമ്പോൾ കിട്ടുന്നതല്ലേ? എന്താ ഇത്? സ്റ്റാർ. എന്താണ് സ്റ്റാർ? ഇവിടെ സ്കൈയിലുണ്ടല്ലേ ട്വിങ്കിൾ ട്വിങ്കിൾ ചെയ്യണ സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഇത് എത്ര സ്റ്റാർസാണ് നമുക്ക് കൗണ്ട് ചെയ്യാം? 1 2 3 4 5. എത്രയുണ്ടത്? 1 2 3 4 5. 5 സ്റ്റാർസ് ആണ്. ഇത് എത്ര എഴുതിയേക്കണേ? ദിസ് ഇസ് 5 സ്റ്റാർസ് ആണ് നമുക്കുള്ളത് ഇതിൽ. അടുത്ത് നോക്കിക്കേ, ഇതൊക്കെ ബട്ടർഫ്ലൈസ് ആണ്. ഇതുപോലെയല്ല, വേറെ കൈൻഡ് ബട്ടർഫ്ലൈ. നോക്കിക്കേ, കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. 6 ആണ്. എത്രയാ? 1 2 3 4 5 6 അല്ലേ? 6 ബട്ടർഫ്ലൈസ്. വെരി ഗുഡ്. അടുത്ത് നോക്കിയേ, ഇത് ഫ്ലവേഴ്സ് ആണല്ലേ? ഫ്ലവേഴ്സ് ആണ്. നമുക്ക് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യാം. നിങ്ങൾ കൗണ്ട് ചെയ്തേ ടീച്ചറിൻ്റെ ഒപ്പം. 1 2 3 4 5 6 7. അത് എത്രയുണ്ട്? 7. ഇവിടെ എന്താ ചോദിക്കണേ? 7. എത്രയാണ്? 7 ഫ്ലവേഴ്സ്. ഓക്കെ, ഇത് നോക്കിക്കേ. നിങ്ങൾക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആനിമൽസ് ആണ് വെച്ചേക്കുന്നത് കേട്ടോ. ഒത്തിരി ആനിമൽസ് ഉണ്ട് ഇതിൽ. വൈൽഡ് ആനിമൽസും ഉണ്ട്, ഡൊമസ്റ്റിക് ആനിമൽസും ഒക്കെ ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് ഏതാണ് ആനിമൽ ഒന്നും നോക്കണ്ട, നമുക്ക് കൗണ്ട് ചെയ്ത് പോവാം. 1 2 3 4 5 6 7 8. എത്രയുണ്ട്? 8. 1 2 3 4 5 6 7 8. എത്ര എഴുതിയേക്കണ ഇവിടെ? 8 അല്ലേ? 8 ആണ് ഇവിടെ എഴുതിയേക്കണത്. കണ്ടോ? ഇത് നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്. കൗണ്ട് ചെയ്യാം. റെഡിയല്ലേ കൗണ്ട് ചെയ്യാൻ? ഓക്കെ, 1 2 3 4 5 6 7 8 9. ഒന്നുകൂടെ പറഞ്ഞേ. 1 2 3 4 5 6 7 8 9. 9 ഫ്ലവേഴ്സ് ആണ് ഇതിലുള്ളത്. എന്താണ്? 9 ഫ്ലവേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആണ്. ഇനി ഇവിടെ എന്താ ഉള്ളത്? സ്റ്റാർസ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് കളേഴ്സ് സ്റ്റാർസ്. ഒരേ കളറല്ലല്ലോ, വെറൈറ്റി ആണല്ലേ? ഡിഫറെൻറ്റ് കളേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലേ? 1 2 3 4 5 6 7 8 9 10. 1 0 10. നമ്മൾ പഠിച്ചതല്ലേ 1 0 10 ആണ്. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. 1 0 10. ഓക്കെ, നോക്കിയോ? ഇതാണ് നമ്മുടെ ചാർട്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കി തരാനാണ് ടീച്ചർ പേരൻസിനോട് പറഞ്ഞത്. പേരൻസ് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അവരെ കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഇത് ഒട്ടിക്കാൻ നോക്കുക. ഒരേപോലെ ആണ് ഇങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ തന്നെ വേണമെങ്കിൽ ഒട്ടിക്കും. ഇത് കിട്ടും. ഇത് നമ്മളുടെ എന്താ പറയുക, ബുക്ക് സ്റ്റോൾസിലൊക്കെ കിട്ടുന്നതാണ് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പഠിക്കാൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ചാർട്ട്, പിന്നെ 1 2 3 ഇങ്ങനെ എഴുതി വയ്ക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമ്മുടെ മക്കൾ പഠിക്കും അല്ലേ? പഠിക്കില്ലേ മക്കളെ? യെസ്, പഠിക്കും അല്ലേ? എല്ലാം റെഡി ആയിട്ടിരിക്കും എൻ്റെ മക്കൾ അല്ലേ? ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്, അറിയാം. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് കൗണ്ട് ചെയ്യണം. മക്കൾക്ക് ഇങ്ങനെ ഒട്ടിച്ചു തരാനൊന്നും ഒട്ടിച്ചു തന്നിട്ടില്ല അങ്ങനെ എല്ലാം നിർബന്ധമില്ല കേട്ടോ. അതിന് പകരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള വെജിറ്റബിൾസോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രിക്സോ എന്തെങ്കിലും കളിക്കുന്ന ടോയ്സോ
ഒക്കെ എടുത്ത് 1 2 3 കൗണ്ട് ചെയ്ത് പഠിച്ചാലും മതി കേട്ടോ. ഇത് കമ്പൽസറി ഒന്നും അല്ല കേട്ടോ, ടീച്ചർ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം മക്കൾ ഇതൊക്കെ ചെയ്ത് പഠിക്കണം. ഓക്കെ. പിന്നെ നമുക്കിന്ന് എന്താണുള്ളത്? നമുക്കിന്ന് എഴുതാൻ പഠിക്കണ്ടേ? നമ്മൾ എവിടെ വരെ എഴുതാൻ പഠിച്ചേ? എവിടെ വരെ പഠിച്ചു? 1 0 10 വരെ പഠിച്ചു അല്ലേ? നമുക്ക് ഒന്നും കൂടെ നോക്കാം. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് ടീച്ചറിന് സംശയമുണ്ട്. നമുക്ക് നോക്കാം. നോക്കിക്കോ, എങ്ങനെയാ 1 എഴുതണേ? 1 സിമ്പിൾ ആണ് അല്ലേ? ഒരു സിമ്പിൾ ലൈനാണ് 1. 2 എങ്ങനെ എഴുതിയത് നമ്മള്? അതെ, ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചപ്പോൾ എന്തായി? 2. എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങനെ വളച്ച് ഇങ്ങോട്ട് വരച്ചു. ഇങ്ങോട്ട് വരച്ചപ്പോൾ എന്തായി? 2. ഇനി 3 എങ്ങനെ പഠിപ്പിച്ചു ടീച്ചർ? ഒരു സി തിരിച്ചിട്ടു അല്ലേ? ഒരു സി തിരിച്ചിട്ടു, അതിൽ തന്നെ ചേർത്ത് വേറൊരു സി കൂടെ ഇട്ടപ്പോൾ 3. എങ്ങനെയാ? സി ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ ടീച്ചർ? അതിനെ തിരിച്ചിട്ടാൽ മതി. ഇങ്ങനെ എഴുതി, പിന്നെ അത് വിടാതെ തന്നെ വീണ്ടും വിടാതെ തന്നെ വീണ്ടും 3 അല്ലേ പഠിപ്പിച്ചതുകൊണ്ട് ടീച്ചർ വേഗം പറഞ്ഞു പോവാം കേട്ടോ. 4 എങ്ങനെ പഠിപ്പിച്ചേ? ഒരു 1 ഇട്ടു, ഇങ്ങോട്ട് കൊണ്ടുപോയി താഴത്തേക്കായപ്പോൾ 4. എങ്ങനെയാ? ഒരു 1 വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, പിന്നെ ഇതിൻ്റെ പകുതി വെച്ചിട്ട് താഴത്തേക്ക് ലൈൻ വരച്ചപ്പോൾ എന്തായി? 4. വെരി ഗുഡ്. അടുത്ത 5 വരയ്ക്കാൻ ഒരു 1, വീണ്ടും സി തിരിച്ചെഴുതി, ചേർത്ത് തന്നെയാണ് കേട്ടോ, ചേർത്ത് തന്നെ. പിന്നെ ഈ മോളിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചപ്പോൾ എന്തായി? 5. 1, പിന്നെ സി തിരിച്ചെഴുതി, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പം 5. ഇതെങ്ങനെയാ എഴുതണമെന്ന് പറഞ്ഞ ടീച്ചർ? ചെക്ക് ബുക്കിൽ മറക്കരുത് കേട്ടോ. ചെക്ക് ബുക്ക് ഇങ്ങനെയാണ് ചെക്ക് ബുക്ക് വരണത്. ഈ ചെക്ക് ബുക്കിൽ ഒരു ലൈൻ 1, പിന്നെ ഇവിടെ 2, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, പിന്നെ ഇവിടെ ഇപ്പോൾ സപ്പോസ് താഴത്തേക്ക് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ 3, ഇങ്ങനെ കേട്ടോ. ഒരു ലൈൻ വിടണം, അല്ലെങ്കിൽ ക്ലിയർ ആവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ ഒരു ലൈൻ വിടണമെന്ന് പറയണത്. 5 കഴിഞ്ഞു. ഇനി എത്രയാ എഴുതണ്ടേ? 6 ആണ് അല്ലേ? എങ്ങനെയാ 6? നിങ്ങൾ സി തന്നെ വരച്ചോ. സി കണ്ടോ? പകുതി സി വരച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്തായി? 6 അല്ലേ? എങ്ങനെയാ? സി കണ്ടോ? സി വരച്ചാണ്ടോ ടീച്ചർ? അതിനകത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്തായി? 6. പിന്നെ 7 എങ്ങനെയാ? നിങ്ങളുടെ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ, അവിടുന്ന് നേരെ താഴത്തേക്ക് വരച്ചപ്പോൾ 7. താഴത്തേക്ക് വരയ്ക്കണത് ഇവിടെ നിന്നല്ല, ഇപ്പുറത്തു നിന്നാണ് കണ്ടോ? ഇങ്ങനെ വരച്ചു, നേരെ താഴത്തേക്ക് 7. 8 എങ്ങനെയാ? ഇവിടുന്ന് ഒരു 0 കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് ഒരു 0 കണ്ടോ? ഇങ്ങനെയാ 8. എങ്ങനെയാ ടീച്ചർ ചെയ്തേ? ഇങ്ങനെയാ ആദ്യം എവിടുന്ന ചെയ്തേ? ഇവിടുന്ന് കണ്ടോ? ഇങ്ങനെ തിരിച്ചൊരു 0 കണ്ടോ? എളുപ്പമുണ്ട് അത് പഠിക്കാൻ. തിരിച്ചൊരു 0, പിന്നെ ഇവിടുന്ന് വീണ്ടും അതുപോലെ തൊട്ടൊരു 0. 8 പാടാണോ? എങ്ങനെയാ? എങ്ങനെ വേണമെങ്കിലോ ഇവിടുന്ന് 0 വരച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഒരു 0 വരയ്ക്കണം. ഇതിനേക്കാൾ നല്ലത് തിരിച്ചാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 0 വരയ്ക്കാം, ഇവിടെ ഒരു 0 വരയ്ക്കാം. പക്ഷേ നിങ്ങൾ തെറ്റിക്കരുത്. കാരണം ഇങ്ങനെ വരയ്ക്കുന്ന പഠിപ്പിക്കും ചിലവർ ഇങ്ങനെ എഴുതി, ചിലത് ഇങ്ങനെ എഴുതും. അപ്പോൾ ഇത് 8 ആവത്തില്ല കേട്ടോ. അങ്ങനെ വേണ്ട, നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട, തെറ്റി പഠിക്കും കേട്ടോ. അങ്ങനെ ചെയ്യണം. അങ്ങനെയല്ലേ? ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, 0 വരച്ചു, അതുമായി തൊട്ട് വീണ്ടും ഒരു 0. 8 കേട്ടോ. 8. ഇനി 9 എങ്ങനെയാ? 9 എങ്ങനെയാ? ഒരു സിമ്പിൾ 0 ഇട്ടിട്ട് ഇവിടുന്ന് താഴത്തേക്ക് 9. 0 ഇട്ടു, നേരെ താഴത്തേക്ക്. എന്താണിത്? 9. ഇനി 10 എളുപ്പമാണ് അല്ലേ? 1 നമ്മൾ പഠിച്ചതാ. 1,
പിന്നെ എന്താ ടീച്ചർ പറഞ്ഞു തന്നെ? 0. 1 0 10. ഇങ്ങനെ എഴുതേ. 1 എഴുതി 0 ഇട്ടപ്പോൾ എന്തായി? 10. വെരി ഗുഡ്. ഇത്രയും എന്ത് ചെയ്തു? നിങ്ങൾ എഴുതാൻ പഠിച്ചു അല്ലേ? നേരത്തെ പഠിച്ചു. നമുക്ക് അടുത്ത് എഴുതാൻ പഠിക്കാം. എഴുതാൻ പഠിക്കാം അല്ലേ? ടീച്ചർ അത് എന്താ കളഞ്ഞിട്ട് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് ടീച്ചർ മക്കളെ എഴുതാൻ പഠിപ്പിക്കാം. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മളെ എവിടെ വരെ പഠിച്ചു? നമ്മൾ 10 വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി എളുപ്പമാണ്. നോക്കിക്കേ. 1 1 11. കണ്ടോ? അതിനാണ് ടീച്ചർ 1 1 എന്ന് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് 1 എഴുതാനറിയാം, 1 എഴുതാനറിയാം. അപ്പം എന്തായി? 11. ടീച്ചർ അതിനാണ് 1 1 11 എന്ന് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? എങ്ങനെയാ? 1 1 11. പിന്നെയോ? 1 2 12. എന്താണ്? 1 2 12. ഇങ്ങനെ എഴുതിയേ. 1 എഴുതി 2 എഴുതിയപ്പോൾ എന്തായി? 12. 1 3 അല്ലേ? സി തിരിച്ചെഴുതേണ്ടത്. 3 നമ്മൾ പഠിച്ചല്ലേ ഇപ്പം? 3 13. ഇങ്ങനെയാ? 1 എഴുതി സി തിരിച്ചെഴുതി വീണ്ടും സി തിരിച്ചെഴുതിയപ്പോൾ എന്തായി? 13. 1 പിന്നെന്താണ്? 4 എങ്ങനെ എഴുതണേ? ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, സ്ട്രേറ്റ് ലൈൻ വരച്ചു, താഴത്തേക്ക് വരച്ചപ്പോൾ എന്തായി? 14. 4 നമ്മൾ എഴുതാൻ പഠിച്ചു അല്ലേ? അപ്പം എങ്ങനെയാ? 1 പിന്നെ 1 വരച്ചു, ഇങ്ങനൊരു ലൈൻ വരച്ചു, ഇതിൻ്റെ പകുതിയിൽ നിന്ന് താഴത്തേക്ക് വരച്ചപ്പോൾ 14. കിട്ടിയോ? അടുത്ത എന്താ? 15 അല്ലേ? 1 പിന്നെ 5 എങ്ങനെ പഠിച്ചോളൂ? ഇങ്ങനെയാ? ഇവിടെ 1 വരച്ചു, സി തിരിച്ചെഴുതി, ഇങ്ങോട്ടൊരു ലൈൻ കൊടുത്തു. 15. എങ്ങനെയാ? 1 പിന്നെ ഒരു 1 കൂടെ വരച്ചു, ഇവിടുന്ന് സി തിരിച്ചെഴുതി, പിന്നെ ഇങ്ങോട്ടൊരു ലൈൻ കൊടുത്തപ്പോൾ 15. ഇത്രയും കിട്ടിയോ? എഴുതാൻ കിട്ടിയോ? 1 1 1 1 11 1 2 12 1 3 13 1 4 40 1 5 15. ഇത്രയും മക്കൾ എഴുതി പഠിക്കുമോ? എഴുതി പഠിക്കുമോ? ഇതൊക്കെ ഇത് കൗണ്ട് ചെയ്ത് പഠിക്കുമോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. നിങ്ങൾ ഇന്ന് തന്നെ കൗണ്ട് ചെയ്യണ്ട, എന്തെങ്കിലുമൊക്കെ ഇത് എഴുതി പഠിക്കണം. 15 വരെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് പഠിച്ചത് 11 12 13 14 ആണ്. ഇത് ആദ്യം എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് 1 തൊട്ട് 15 വരെ എഴുതി കാണിക്കണം. എന്നാലേ രസമുള്ളൂ അല്ലേ? എന്നാലേ നിങ്ങൾ മറക്കാതിരിക്കത്തുള്ളൂ. ഇന്ന് ആകെ പഠിപ്പിച്ചത് 5 നമ്പേഴ്സാണ്. 5 നമ്പേഴ്സ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ആദ്യം തൊട്ട് നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലേ ഓൾറെഡി? ആദ്യം തൊട്ട് 15 വരെ ടീച്ചറിനെ എഴുതി കാണിക്കണം. കാണിക്കുമോ? ഓക്കെ, ടീച്ചർ ഒന്ന് പൊക്കോട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.